ഇന്ന് പെട്ടെന്നാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട് ഒരു സമരത്തിലേക്ക് മാറിയത്. ഇത് ഇനി സമരം കൂടുതൽ ശക്തമാക്കുമെന്നതിന്റെ സൂചനയാണോ? വിദ്യാർത്ഥികളുടെ സമരത്തെ അടിച്ചൊതുക്കിക്കൊണ്ട് പോകാമെന്നാണ് നരേന്ദ്രമോദിയും സംഘവും കരുതുന്നത്. കൊള്ള സംഘമായി ഇവർ മാറിയിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ ഭീകര ഓർമ്മകൾ ഇവർ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാസിസ്റ്റ് ഭരണം വിദ്യാർത്ഥികളെ അടിച്ച് തെരുവിലിട്ട് എല്ലാ ഭീകര മാരക ആയുധങ്ങളും പ്രയോഗിച്ചുകൊണ്ട് സമരത്തെ ഒതുക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ ജനാധിപത്യ ഇന്ത്യ ഇത് പൊറുക്കില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ കിടക്കുന്നു. ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആയിരക്കണക്കിന് പോലീസുകാരാണ് ഞങ്ങളെ തടയാൻ നിൽക്കുന്നത്. മഹാനായ ഗാന്ധിജിയുടെ സ്മൃതി കുടീരത്തിൽ നിന്നുകൊണ്ട് ഗാന്ധിജിയുടെ മഹാസന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഗോഡ്സെമാർക്കെതിരായി, ഗോഡ്സെയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനാധിപത്യ ഇന്ത്യയിൽ സമരമുദ്രാവാക്യം ഞങ്ങൾ മുഴക്കും. വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ന്യായമായ സമരത്തിനൊപ്പം ഞങ്ങൾ അണിനിരക്കും. വിദ്യാർത്ഥികളുടെ അവകാശ സമരത്തിന് ഇന്ത്യയാകെ നൽകുന്ന മഹാപിന്തുണക്ക് ആവേശം പകരുന്ന നിലയിലുള്ള സമരം ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെ ഭാഗത്തും ഉണ്ടാകുക തന്നെ ചെയ്യും.